ഫാമിലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് പാലക്കാട് ജില്ലയിൽ തന്നെ കൊഴിഞ്ഞാമ്പാറ എന്ന സ്ഥലത്ത് നിന്ന് 2 ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. അവര് എന്തായാലും ഈ കൊഴിഞ്ഞാമ്പാറ എന്ന സ്ഥലത്ത് ഞങ്ങൾ ഇരിക്കുന്ന അവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ടാണ്. വീഡിയോ കണ്ട് വന്നു പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഇനി തുടർന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നെയ്റ്റി കുറെ ആയിട്ട് നെയ്റ്റികൾ ഉണ്ട് ഇവിടെ. അത് ഞാൻ അധികം കാണിച്ചിട്ടില്ല. അപ്പോൾ 270 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പൊ ആ 270 തൊട്ട് ഏതൊക്കെ മോഡലാണ് ഉള്ളത് അതാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് മുഴുവൻ 270ന്റെ നെയ്റ്റിയാണ്. അതായത് ഇത് ഇത്രയും നെയ്റ്റി എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, ഇതില് ഓരോന്നും ഓരോ മോഡലാണ്. അപ്പോ എത്ര മോഡൽ ഉണ്ടോ അതിൻ്റെയൊക്കെ നമ്മൾ ഓരോ പീസാണ് ഇതിലെടുത്ത് കാണിച്ചു തരുന്നത്. അപ്പൊ എന്താണെന്ന് ആദ്യം നമുക്ക് മോഡൽ നോക്കാം. ഇത് റെഡ് കളറില് ഒരു ഫ്ലവറിന്റെ ഒരു പ്രിന്റ് വരുന്ന ഒരു ഇതാണ്. ഇത് 270ന്റെയാണ്. അത്യാവശ്യം നല്ല വലിപ്പവും നല്ല തുണിയും നല്ല കോട്ടന്റെ തുണിയാണ്. ഇതിന് നെക്ക് ഇങ്ങനെയാണുള്ളത്. ഇപ്പൊ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് പറഞ്ഞില്ലേ? ആ നെക്കിന് പേരറിയാം എനിക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് നെയ്റ്റ് കുറെ ആയിട്ട് ഉണ്ടെങ്കിലും എനിക്ക് ചില ഇതിന്റെ പേരറിയില്ല സത്യമായിട്ട്. ഇതൊക്കെ പഠിച്ച് വെക്കണ്ടേ? പഠിച്ച് വെക്കണം. പക്ഷെ എനിക്ക് നെയ്റ്റ് ഇതിന്റെ എന്താണ് പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണേ. ആകെ എനിക്കൊരു നെക്കിന് മാത്രം അറിയില്ല. ഈ സൺഡേ മൺഡേ പറയുന്നത് ആ ഫ്രണ്ടിലും ബാക്കിൽ ഇങ്ങനെ ഫ്രില്ല് വരുന്ന പോലത്തെ ഞാനേ നെയ്റ്റ് അടിച്ചതാണ് കേട്ടോ. പക്ഷെ എനിക്ക് അതിന്റെ നെയ്റ്റിന്റെ ഒന്നും പേരറിയില്ല. സൺഡേ മൺഡേ അതെന്താ? സൺഡേ മൺഡേ സൺഡേ ദിവസം മാത്രം ഇടണ നൈറ്റിയാണ്. അതല്ല, അതൊരു നെയ്റ്റിയുടെ പേരാണ്. ഇപ്പൊ കാണിച്ചില്ലേ, അതിൽ തന്നെ അതേ മോഡലിൽ തന്നെ ഫുൾ ഒരേ പ്രിന്റ് വരുന്ന നെയ്റ്റിയാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഇതിന് നെക്കിന് പേരുണ്ടോ? ഇത് അതേ നെയ്റ്റ് അതേ പ്രിന്റ് തന്നെയാണ്, അതേ നെക്ക് തന്നെയാണ്. ഇതിന്റെ പേര് എനിക്ക് അറിയില്ല സത്യമായിട്ട്, അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. പക്ഷെ ഇത് ഫുൾ ഒരേ ഇതിൽ തന്നെയാണ് വരുന്നത്. കളറൊന്നും പോവാത്ത രീതിയിലുള്ള പ്രിന്റ് ആണ്. ഫുൾ ഒരേ കളറില് ഒരേ പ്രിന്റില് വരുന്നത്. നല്ല തുണിയാണ്. ഇത് 270ന്റെയാണ്. പിന്നെ അടുത്തത് ഇത് മാത്രമേ എനിക്കറിയാം. ഫ്രണ്ടില് ഫ്രില്ല് വരുന്ന സിബുള്ളത്. ഫ്രണ്ടില് ഫ്രില്ലില്ലേ? ഇങ്ങനെ ഗ്രില്ലല്ല കേട്ടോ, ഫ്രില്ലാണ് അതിന്റെ പേര്. കാണിച്ചുതരാം. പണ്ട് അമ്മമാര് ഇങ്ങനെ ഇടും. എന്റെ അമ്മയെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് നന്നായി അറിയാം. കാരണം ഇതാണ് അധികം നേരത്തെ ഉള്ള ഒരു നെയ്റ്റ് മോഡലാണ്. ഇത് ഇങ്ങനെ ഫ്രണ്ടില് ഇങ്ങനെ ഫ്രില്ല് വെച്ചതുപോലെ കണ്ടേ, അതില് സിബുള്ള നെയ്റ്റിയാണ്. ഇതും അതേപോലെ ഫുൾ ഒരേ പ്രിന്റ് വരുന്നതാണ്. ഇത് സിബ് വരുന്ന. അടുത്തത് ഇതൊരു ചുങ്കിടി പോലത്തെ ഒരു തുണിയാണ്. പക്ഷെ ഇതിന് വേറൊരു പേര് പറയും തുണിക്ക്. എനിക്ക് തുണിന്റെ പേരൊന്നും അറിയില്ല. നീ ഒരു കാര്യം ചെയ്യണം, നൈറ്റി എടുക്കാൻ പോണ സമയത്ത് ഇനി അവരിനെ കൊണ്ട് പേര് ഒരു പേപ്പറിൽ എഴുതി വാങ്ങിക്കുക. എന്നിട്ട് നീ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പേപ്പർ ആ പേരും കൂടി ആഡ് ചെയ്തിട്ട് വേണം നീ ഇടാൻ. മനസ്സിലായോ? സൂപ്പറായിട്ടുണ്ട്. തുണിയിലാണെങ്കിൽ ഇത് ഫുൾ ഇങ്ങനെ പ്രിന്റ് വരുന്നതാണ്. നല്ല ഒരു ബനിയൻ ക്ലോത്ത് പോലെ നല്ല വലിയ പോലത്തെ ഒരു തുണി. ഇങ്ങനെ കളർ പ്രിന്റ് ഇങ്ങനെ പോകുന്ന പോലുള്ള പ്രിന്റും അല്ല. ഇത് സിബ് തന്നെയാണ്. ഇതിന് നെക്ക് നോക്കട്ടെ, ഒരു പ്രത്യേക മോഡല് കണ്ട. ഇതെല്ലാം 270ന്റെയാണ് കേട്ടോ ഞാനിപ്പോ കാണിക്കുന്നത് മുഴുവനും. അടുത്തതും അതേപോലെ ഫുൾ പ്രിന്റ് വരുന്നതാണ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതിന്റെ തന്നെയാണ് കൂടുതൽ ഇങ്ങനത്തെ നെക്കിനും സിബ് വെച്ച തന്നെയാണ്. പക്ഷെ കളർ ഒരു വെറൈറ്റി ആയിട്ടില്ലേ? വ്യത്യാസമായ കളറും വ്യത്യാസമായ മോഡലും, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് സിബ് വെച്ചിട്ട് പതിച്ചടിയാണ് ഫ്രണ്ടില്. ഇതിന് നമ്മൾ പച്ചടി കണ്ടോളാം അവർ പറഞ്ഞ. കാരണം ഇത് ഞാൻ അടിച്ചിട്ടില്ല. സിബ് വെച്ചിട്ട് പച്ചടിക്കുന്നത് ചുരിദാർ നെക്കിനാണ് എന്തുമാണ് പറയുന്നത്. പക്ഷെ നീ ഇവിടെ നിന്ന് നൈറ്റി എടുത്തിട്ട് പോയിട്ട് എൻ്റെ കസ്റ്റമറൊക്കെ എന്താ പറഞ്ഞറിയോ? ബാബു നൈറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയിൽ നല്ല ക്ലോത്താണ് എന്നാ അതാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ കസ്റ്റമർ ആരും വരില്ലല്ലോ. അല്ല നീ ഇപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയതായിട്ടൊരു തുണിക്കട ഇട്ടു. അവരെങ്ങനെയാണ് എന്താണ് സംഭവം എന്ന് അറിയില്ല. അവർ വന്ന് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ബാബു നൈറ്റിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. 270, 280, 320. ഞങ്ങൾ കൂടുതലെടുത്തത് അജറക്ക്.
ഈ അജർക്ക് പറഞ്ഞു വെച്ചാൽ ശരിക്കും എന്താണ് ഈ തുണീൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അത് ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ. എന്നാൽ അജറക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു തുണി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പുതിയ മോഡൽ ആയതുകൊണ്ട് അതിന്റെ ഒരുപാട് കളക്ഷൻ വരുന്നത് കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അത് അടുത്തത് അതേപോലത്തെ ഒരു പ്രിന്റ് ആണ്. ഇത് 270 തന്നെയാണ്. ഇതിന്റെ കളറ് കണ്ട കളർ പൊടയിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ കളറ്. അതിനകത്ത് സൈഡില് സ്ലീവില് മാത്രം ഇങ്ങനെ ഒരു കളർ ഡബിൾ കളർ വെച്ച് വരുന്നുണ്ട്. ഈ കളറിന്റെ കൂടെ ഈ റെഡും വരുമ്പോ വേറെ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ഇതെന്താ? ഇത് സൈഡിലും ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് സ്ലീവില് മാത്രം റെഡ് കളർ ഉണ്ടായിരുന്നു കൂടെ വന്നത്. പക്ഷെ ഇതൊന്നും കളറ് പോവാത്ത പ്രിന്റ് ആണ്. ഈ കളറില് ഞാൻ ഒരേ മോഡലാണെങ്കിലും കളർ കണ്ടോ എല്ലാം നല്ല നല്ല കളർ. അത് തന്നെ കൊണ്ടാണ് ഈ കളർ മാത്രം ഞാൻ കളറ് മാത്രമല്ല നമ്മൾ കളറ് പറഞ്ഞു വെച്ചപ്പോ പല തുണിക്കടയിലും കളറൊക്കെ ഇങ്ങനെ വിധവിധമായിട്ട് തൂക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ നൈറ്റ് വന്നിട്ട് ക്വാളിറ്റി ഉണ്ടാവില്ല. എനിക്ക് ടോപ്പ് എടുക്കാൻ പോണ സമയത്ത് ടൗണിലൊക്കെ പോയി ടോപ്പ് എടുക്കാൻ പോണ സമയത്തൊക്കെ 250, 270 ഒക്കെ ടോപ്പും നൈറ്റിയൊക്കെ നമ്മൾ എടുക്കുമല്ലോ. എടുക്കും. അതിന്റെ ക്ലോത്ത് പറഞ്ഞു വെച്ചാൽ നോക്കി അതേപോലെ ഒരുപാട് കളക്ഷൻ ഈ നെയ്റ്റിയിൽ വന്നിട്ട് ഒരുപാട് കളക്ഷൻ ഞാൻ അധികം ഇവിടെ നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഇപ്പൊ അങ്ങനെ അധികം നെയ്റ്റിക്ക് മാത്രമായിട്ട് അധികം ആരും അങ്ങനെ ഒരുപാട്. വേറൊരു കസ്റ്റമർ വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ, അതായത് ഈ പ്രിന്റില്ലേ, ഈ പ്രിന്റ് വന്നിട്ട് അതിന്റെ ഉൾഭാഗത്തും ഇങ്ങനെ വരികയാണ് പറഞ്ഞു വെച്ചാൽ കളർ പോകില്ല എന്നാണ് അവര് പറഞ്ഞത്. മനസ്സിലായോ? അതാണ് നമ്മൾ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പൊ വന്നവരാരും നമ്മളെ കൊണ്ട് മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ തന്നെ വേറൊരു കളർ എല്ലാം നല്ല തുണിയാണ്, നല്ല കോട്ടന്റെ തുണിയാണ്. ഇതും കളർ പോകാത്ത ഒരു മോഡലാണ്. നല്ല വർക്കില്ലേ പ്രിന്റ് അല്ലേ. ഇത് കണ്ട അതേ റേറ്റിൽ തന്നെ ഉള്ളതാണ്. ഫ്രണ്ടിൽ മുഴുവൻ നല്ല വർക്ക് വന്നിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ പോവില്ലേ? ഈ സാധനം ഇത് അങ്ങനെയൊന്നും പോകുന്നില്ല. നമ്മള് കല്ലിലിട്ട് ഇങ്ങനെ ഒച്ച അരക്കൊന്നും ഇല്ലല്ലോ. ഇത് അങ്ങനെയൊന്നും പോകുന്നില്ല. അവര് എടുത്തിട്ട് പോയിട്ട് ഇതിൽ തന്നെ ഇത് 320 രൂപയുടെ ക്വാളിറ്റിയിലും ഉണ്ട്. അതായത് ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഇത് 270 വന്നിട്ടുണ്ട്. ഇത് ഫുൾ ഇങ്ങനത്തെ പ്രിന്റില്, ഈ ഫ്രണ്ടില് മാത്രം ഇങ്ങനെ വർക്ക് വന്നിട്ട് ഇത് സിബ് വെച്ചതാണ്. ഫ്രണ്ടില് സിബ് വെച്ചിട്ട്. ഇതാണ് കേട്ടോ സൺഡേ മൺഡേ. ഇത് ഇതാണ് സൺഡേ മൺഡേ. ഈ ഫ്രണ്ടിൽ ഇങ്ങനെ എലാസ്റ്റിക് പോലെ വരുന്നില്ല, അതാണ് സൺഡേ. അല്ല, ഈ സൺഡേ മൺഡേന്റെ ശരിക്കത്തെ മീനിങ് എന്താണ് അത് പറയും? സൺഡേ എനിക്കറിയില്ല. അവരിങ്ങനെയാണ് പറഞ്ഞത്. സൺഡേ മൺഡേ 18 ഇതിനെയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ ബാക്കിലും കൂടി ഇങ്ങനെ വരുന്നതായിരുന്നു സൺഡേ മൺഡേ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ബാക്കിൽ എലാസ്റ്റിക് ഇല്ല. ബാക്കിൽ എലാസ്റ്റിക് ഉള്ളത് വേറെ ഉണ്ട്. ഇതിനെയാണ് സൺഡേ മൺഡേ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെറും സൺഡേ മാത്രം, മൺഡേ ഇല്ല. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രില്ല് വരുന്നത് പോലെ ഈ ഫ്രില്ലിന്റെ ഇങ്ങനെ വരുന്നില്ലേ, അത് ആ ഫസ്റ്റ് കാണിച്ചതിന്റെ മോഡല് തന്നെയാണ്. ഇത് ഫുൾ ഇങ്ങനത്തെ ഒരു പ്രിന്റാണ്. വേഗം കാണിക്കാം. ഇത് അടുത്തത് അതേപോലെ വ്യത്യാസമായ കളർ കണ്ട സ്ലീവും നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ. ആ കളർ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും എന്നോടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. ചുരിദാറാണോ നൈറ്റി ആണോ തിരിച്ചറിയുന്നില്ല. നല്ല അതായത് ഇങ്ങനെ ഒരു ബനിയൻ ക്ലോത്ത് പോലത്തെ തുണിയാണ്. അതല്ല ശരിക്കും ഇതിന്റെ ഇതിന്റെ ശരിക്കും ഇത് കട്ട് ചെയ്ത് ഇത് അടിക്കാണ് പറഞ്ഞു വെച്ചാൽ ശരിക്കും ഇതിന്റെ അടികൂലി കട്ട് ചെയ്യണത് അതൊക്കെ എന്ത് റേറ്റ് എങ്ങനെയാണത് അറിയോ? ഇത് ഞാൻ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ വന്നിട്ട് തുണി എടുക്കാൻ തന്നെ 150 രൂപ അങ്ങനെയാവും. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ 150 ആവും, 300 രൂപയാവും. നമ്മളിത് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോ 270 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ 30 രൂപ ലാഭമാണ്. പക്ഷെ നമ്മൾ ചിലപ്പോ ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ച് മോഡലേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ അതിന്റെ തന്നെ വേറൊരു പ്രിന്റ്. അതായത് എന്താ പറയാ കളറൊക്കെ കണ്ടു പറഞ്ഞു വെച്ചാൽ ശരിക്കും ഇത് നൈറ്റി ആണോ ചുരിദാറാണോ ടോപ്പാണോ എന്താണല്ലേ ഒരു വെറൈറ്റി കളറും അല്ലേ. നല്ല ഭംഗിയുള്ള കളറ്. ശരിക്കും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ശരിക്കും ടോപ്പായിട്ട് അടിക്കുക അല്ലേ ശരിക്കും വെളിയിലൊക്കെ.
ഇപ്പൊ അങ്ങനെ നൈറ്റിന്റെ ചുരിദാർ ടോപ്പ് പോലത്തെ വരുന്നുണ്ട്. ഉം. കാരണം ഇത്ര നല്ല പ്രിന്റൊക്കെ ആയത് കാരണം കൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതൊക്കെ നോക്ക് സൂപ്പർ ആയിട്ടില്ല. ഫ്രണ്ടിൽ കണ്ട ചുരിദാറിന്റെ അതേ മോഡൽ പോലുള്ള ഫ്രണ്ടില് ഡിസൈൻ എംബ്രോയിഡിങ് വരുന്നത്. ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് വന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എംബ്രോയിഡിങ് വരുമ്പോ ശരിക്കും ഒരു ചുരിദാറിന്റെ മോഡലാണ്. ഷേപ്പൊക്കെ ആക്കി കിട്ടുകയെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തത് ഇത് അതേപോലെ തന്നെ ഫുൾ എനിക്ക് ഈ നൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞ വെച്ചാ ഞാൻ ഇങ്ങനെ കളർ കണ്ടപ്പോ തുണി ക്വാളിറ്റി ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. മനിയൻ ക്ലോത്ത് പോലത്തെ തുണിയാണ്. കളർ പോവാത്ത പ്രിന്റ് ആണ്. ഇതുണ്ട് ഇതിനടിയിൽ ഈ ഇങ്ങനെ വരുന്നതൊന്നും കളർ പോകില്ല എന്നാണ്. നെയ്റ്റിനാണ് ഒന്നാമത് ഞാൻ നെയ്റ്റ് ഇടുന്നതുകൊണ്ട് അറിയാലോ. അല്ല കുറെ പേര് എടുത്തിട്ട് പോയിട്ട് എന്റെ കസ്റ്റമർ, പക്ഷെ അവര് ആരും എന്നെ കൊണ്ട് ഇങ്ങനെ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ബാബു നൈറ്റ് കളർ പോകുന്നുണ്ട്, നൈറ്റ് എങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മൾ നെയ്റ്റ് മെയിൻ ക്വാളിറ്റിയാണ് മെയിൻ. ഇത് കണ്ട ഫുൾ ഇങ്ങനത്തെ ഒരു പ്രിന്റാണ് വരുന്നത്. അതിന്റെ സ്ലീവിലും ഈ ഫ്രണ്ടിലെ ആ ഡിസൈൻ മാത്രം ഒരു കളർ. അപ്പൊ 270ന്റെ കുറെ മോഡലിലെ കുറച്ച് പീസാണ് ഇപ്പൊ കാണിച്ചത്. ഇനി അടുത്തത് 280ലും ഇതുപോലെ കുറച്ച് വ്യത്യാസമായ മോഡൽ വരുന്നുണ്ട്. ഇതാണ് ഏട്ടൻ പറഞ്ഞ അജ്രക്കിന്റെ. അജ്രക്കിന്റെ വന്നിട്ട് വലിയതിൽ വന്നിട്ട് 320ന്റെ അന്ന് കാണിച്ചില്ലേ, അതിന് ഫ്രണ്ടിൽ ഇങ്ങനെ പ്രില്ല് വരുന്നതും പിന്നെ ഹഫ്ത നൈറ്റി മോഡലാണ് 300ന്റെ മേലെയുള്ളത്. ഇത് 280. ഇത് സിബ് വെച്ചിട്ട് ഇങ്ങനെ വരുന്നത് കാരണം കൊണ്ടാണ് കാണുമ്പോ തന്നെ നല്ല ലുക്ക് ഉണ്ട് രസനം. അജ്രക്കിന്റെ മോഡൽ പറയുമ്പോ തന്നെ എല്ലാവർക്കും ഇപ്പോഴത്തെ ഇതെന്ത് അല്ല ഞാൻ എന്ത് ചോദിക്കണറിയോ, ഇതിന്റെ പ്രിന്റ് ഇല്ലേ, പ്രിന്റ് കണ്ടിട്ടാണ് എടുത്തിട്ട് പോണില്ല. ഇത് ഇട്ടുമ്പോ ഒരു സുഖം ഉണ്ടാവും. അതായത് ചൂട് ഒന്നാ നല്ല കോട്ടൺ തുണി. പിന്നെ ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നതും ഫുൾ പ്രിന്റ് വരുന്നതും ഒരേ ഇതിൽ തന്നെ അതുകൊണ്ടാണ് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറും അങ്ങനെ കളർ കോമ്പിനേഷൻ നന്നായിട്ടില്ലേ, സ്റ്റാൻഡേർഡ് കളർ. അത് കാരണം കൊണ്ടാണ് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇത് അല്ല ഇടുമ്പോ എങ്ങനെയാണ് മറ്റേ ചൂടുണ്ടാവുമോ ചോദിക്കാണ്. ഇല്ല ഇത് കോട്ടൺ ആണ്. അതുകൊണ്ട് നെയ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അധികം കോട്ടൺ ഇടുമ്പോൾ നമുക്ക് നല്ല ചൂടൊന്നും ഉണ്ടാവില്ല. ഇത് 280 രൂപ. പിന്നെ ചോദിച്ചു വരുന്നുണ്ട് ഇങ്ങനത്തെ ഈ ഫ്രണ്ടില് ചില അമ്മമാർക്ക് വന്നിട്ട് വണ്ണമുള്ളവരൊക്കെ ആകുമ്പോ അവർക്ക് അത് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ഇത് പഴയ മോഡലാണ്. അപ്പൊ അമ്മമാർക്ക് ഇടുന്ന പോലെ ഇതിങ്ങനെ അധികം ഇപ്പൊ വരുന്നില്ല. എന്നാൽ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് അമ്മമാർക്ക് വേണ്ടിട്ട്. ഇവിടെ ഇങ്ങനെ ആ 3 ഇങ്ങനെ ബോ പോലെ വെച്ചിട്ട് വരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രില്ല് വരുമ്പോ അതാണ് ഇതിന്റെ മോഡൽ. കണ്ട ഇല്ല അവിടെ താഴത്ത് വെച്ചോ. ഇതും 280 രൂപ. ഇത് അതിൽ പതിച്ചടി ഒന്നും അറിയില്ല. അതുപോലെ പതിച്ചടി വ്യത്യാസമായ കളർ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നെയ്റ്റുകളെല്ലാം. പിന്നെ നല്ല കോട്ടൺ ആണ്. ഒരു ബനിയൻ ക്ലോത്തിന്റെ ഒരു ഇതും വരുന്നുണ്ട് ഇതിനകത്ത്. കണ്ട ഒരു ബനിയന പോലെ. ഇപ്പൊ സാധാരണ നെയ്റ്റിനേക്കാളും ഒരു നല്ല വ്യത്യാസമായിട്ടുള്ള നല്ല കോട്ടന്റെ തുണിയാണ്. പിന്നെ ഇത് ഫ്രണ്ടില് ഇങ്ങനെ ഡബിൾ കളറായിട്ട് വരുന്നതാണ്. ഈ സ്ലീവില് വന്നിട്ട് പഫ് വരുന്നതാണ്. ഇത് കണ്ട നമ്മൾ അന്ന് ഫ്രോക്ക് കാണിച്ചില്ലേ, നെയ്റ്റ് ഫ്രോക്കിന്റെ അതിനകത്ത് പഫ് വരുന്നില്ലേ, അതുപോലെ പഫ് വരുന്നതാണ്. ഇത് സ്ലീവ് നെക്കും ഫ്രോക്ക് നൈറ്റി. പക്ഷെ ഇത് ഫ്രോക്ക് നൈറ്റി അല്ല, ഇത് ഫുൾ സാധാരണ നൈറ്റി ആണ്. കണ്ട അതില് ഇങ്ങനെ പഫ് സ്ലീവ് പഫ് വരുന്നത്. ഇത് 280 രൂപ. അതിന്റെ തന്നെ വേറൊരു കളറാണ്. ഇതിന് കുറെ 2-3 കളർ, ഇനിയും 2-3 കളർ കൂടി ഉണ്ട് ഇതിലുണ്ടോ. ഇതേ ഇതിൽ തന്നെ നല്ല പ്രിന്റ് അല്ലേ, സൂപ്പർ ആയിട്ട്. 280 തന്നെ വേറൊരു മോഡൽ. ഇത് ചുരിദാറാ. ഇത് ചുരിദാറല്ല, ഇത് ഇത് ഫ്രോക്ക് പോലത്തെ ഒരു നെറ്റ് തന്നെയാണ്. ശരിക്കും നീ ഇപ്പൊ ടോപ്പൊക്കെ അടിക്കണില്ല, അമ്പർല കെട്ടുന്നൊക്കെ അടിക്കണില്ലേ, അതുപോലെ ശരിക്കും ശരിക്കും ഇത് ഇത് സൈഡിൽ ഇങ്ങനെ ആടയുണ്ട് ഇങ്ങനെ കണ്ട, ഇതിങ്ങനെ പുറകിൽ ഇങ്ങനെ കെട്ടി കഴിഞ്ഞെന്ന് വെച്ചാ നെറ്റിയാണോ ചുരിദാറാണോ അറിയില്ലല്ലേ. ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രില്ല് വരുന്ന ശരിക്കും ഇതിന്റെ ലെങ്ത് കുറച്ചിട്ട് ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ
ആ മറ്റേ കുർത്ത മോഡലായില്ലേ? കുർത്ത മോഡലായി. നെയ്റ്റിയാണോ കുർത്തയാണോ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ ഇത് നെയ്റ്റിയാണ്. സൂപ്പറുണ്ട്. ഇത് 280. ഇതെന്താണ് മാടിന്റെ കൊമ്പ് പോലെ? തിരിക്കി ശരിക്കും മാടിന്റെ കൊമ്പ് പോലെ ഇല്ലേ? ഇതൊരു മോഡലാണ്. ഇത് ഫ്രണ്ടില് എംബ്രോയിഡിങ് വരുന്നതാണ്. ഇത് 310 രൂപയാണ് ഇതിന്റെ. പക്ഷെ ഇതില് നല്ല തുണിയും നല്ല വർക്കും വരുന്നുണ്ട് ഇതിന്. അതുകൊണ്ടാണ് റേറ്റില് വ്യത്യാസം. പക്ഷെ ഫുൾ പ്രിന്റ് ആണ്. ഇതിന്റെ വർക്ക് നല്ല ത്രെഡ് വർക്കാണ്. സ്ലീവ് 3/4 സ്ലീവോളം വരുന്നുണ്ട് ഇതില്. എങ്ങനെ അടിച്ചലക്കിയാലും ഇത് സാധനം പോവില്ലല്ലേ? ഇത് പോവില്ല. ഇത് നല്ല ഇതില് വരുന്ന സ്റ്റാൻഡേർഡ് പ്രിന്റ് ആണ്. പ്രിന്റ് ആണ്. അതിന്റെ തന്നെയാണ് ഇത്. ശരിക്കും എന്തായാലും നൈറ്റിക്ക് ഇങ്ങനെയൊക്കെ ഡിസൈനൊക്കെ കൊടുക്കുമോ? ഞാൻ നൈറ്റി രാത്രി ഒരു സാധനമാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് കണ്ട ഇത് വേറൊരു മോഡല്. അതുപോലെ തന്നെ മോഡൽ വരുന്നത് ഇതൊക്കെ 310 രൂപയാണ്. ഇതിൽ ഫുൾ ഇങ്ങനെ പ്രിന്റ് വരുന്നത്. ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ എംബ്രോയിഡിങ് വരുന്നത്. ഇതിന്റെ നെക്കൊക്കെ വ്യത്യാസമായിട്ടില്ല. സൂപ്പറായിട്ടുണ്ട്. ഇതിന്റെ സ്ലീവിലും സൈഡിലുമാണ് വർക്ക് വരുന്നത്. അതേപോലെ നെക്കിലും. ഇത് 310 രൂപയാണ്. അതിന്റെ തന്നെ വേറൊരു മോഡലാണ്. വി നെക്ക് പോലത്തെ ഒരു മോഡലാണ്. ഇത് 310 ആണ്. മൊത്തം ആലിലിന്റെ പ്രിന്റ് വരുന്നത്. ആലില സൂപ്പറായിട്ടുണ്ട്. ആ ചുവപ്പ് നൈറ്റി ഒന്ന് എടുത്ത് കാണിക്ക്. ഇപ്പം നീ എടുത്തില്ല, അത് ശരിക്കും നീ വിരിച്ചില്ലല്ലോ. അതല്ല, ഇതിന്റെ കൂടെ വേറെ ഒന്നും കൂടി വെച്ചില്ലേ? അത് വിരിക്കും നോക്കട്ടെ. കളർ ഉണ്ട് നോക്കട്ടെ. മെറൂൺ ആണത്. ഫ്രണ്ടിൽ ഇങ്ങനെ ത്രെഡ് വർക്കാണിത്. നല്ല എംബ്രോയിഡറി വരുന്ന പോലത്തെ വർക്കാണ്. ഈ കളർഫുൾ ആയിട്ട് ഇടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ സെറ്റപ്പ് ആണല്ലോ ഇത്. ഇപ്പൊ അധികം ഇനി വിഷുവിനൊക്കെ എല്ലാരും ഞങ്ങള് ഈ വീട്ടമ്മമാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടാ. ഈ വിഷു സമയത്തില്ലേ അവര് ഈ സാരി കൊടുത്ത് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അവർക്ക് ആ കാര്യങ്ങളൊന്നും ചെയ്യും. കണിയൊരുക്കുമ്പോഴാണെങ്കിൽ ശരി അമ്പലത്തിൽ പോകുമ്പോ സെറ്റ് സാരി കൊടുത്തിട്ട് വരും. പക്ഷെ അധികവും ഞാൻ കണ്ടിട്ടുണ്ട് ഈ നാട്ടുമ്പുറത്തുള്ളവര് കല്യാണത്തിന് നമ്മള് പോകുമ്പോഴൊക്കെ പിന്നെ അന്യൊരുങ്ങി പോകും. അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും ഈ വീട്ടിൽ വരുന്ന കാര്യങ്ങളില് വിഷു ഓണം അങ്ങനെയുള്ളപ്പോ പുതിയൊരു നെയ്റ്റ് എടുക്കും. നെയ്റ്റ് എടുത്തിട്ട് ആ ദിവസം ഉള്ളിരുന്ന് നമ്മൾ വീട്ടിലിരുന്ന് പണിയൊക്കെ ചെയ്യുന്നില്ലേ, ആ പുതിയ നെയ്റ്റ് ഇട്ടിട്ട് എടുക്കുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞങ്ങളുടെ പരിസരത്ത് നിങ്ങൾ അങ്ങനെയാണോ എന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം പുതിയ നെയ്റ്റ് എടുത്തിട്ട് പുതിയ നെയ്റ്റ് ഇട്ടിട്ടാണ് പണി ചെയ്യുക. കാരണം സാരി ഒന്നും എടുക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഫംഗ്ഷന് വിഷുവിനെ ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ നെയ്റ്റ് ചെയ്യണം. അപ്പൊ അന്നത്തെ ദിവസം അവര് തിളങ്ങി നിൽക്കാൻ വേണ്ടി കളർഫുൾ ആയിട്ട് കൊടുക്കുകയാണ് നിങ്ങളില്ലേ? ഇപ്പൊ ഇതാണ് 270, 280, ഇതൊക്കെ 310 വരുന്ന നൈറ്റി. അപ്പൊ പുതിയതായിട്ട് ഇപ്പൊ കുറച്ച് ടോപ്പും കൂടെ വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതെന്താണ് സാധനം? വലയാ? ഇത് നല്ല ഫ്രണ്ടില് നല്ല എംബ്രോയിഡിങ് വരുന്ന ഒരു ടോപ്പാണ്. അടിപൊളി. ഫ്രണ്ടില് മാത്രല്ലേ? ഫ്രണ്ടില് നല്ല എംബ്രോയിഡിങ് വരുന്നുണ്ട്. ത്രെഡിന്റെ ഒക്കെ പോലത്തെ ഒരു എംബ്രോയിഡിങ് ആണ്. ഇത് പോവാത്ത രീതിയിലുള്ള എംബ്രോയിഡിങ് ആണ്. ഇത് വരുന്നത് 450 രൂപയാണ്. നല്ല തുണിയാണ്. അധികം നമ്മൾ ഈ ഷോപ്പിൽ കൊടുക്കുന്നത് കോട്ടന്റെ നെറ്റിയാണെങ്കിൽ ശരി ടോപ്പാണെങ്കിലും കോട്ടന്റെയാണ് കൊടുക്കുന്നത്. ഡെയിലി യൂസിന് പോലും ഫംഗ്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ശരിക്കും ഈ വർക്കിന് പോകുന്ന ആൾക്കാരില്ലേ, ഈ വർക്കിന് ഇപ്പോൾ മറ്റേ ടെക്സ്റ്റൈൽസ് മറ്റേ അതുപോലെ തുണി മറ്റേ സിറ്റി സൂപ്പർ മാർക്കറ്റ് ഇവിടെയൊക്കെ വർക്കിന് പോകുന്ന ആൾക്കാർ ഈ ഡെയിലി യൂസിന് അല്ലേ, ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടന്റെ ചുരിദാറിന്റെ ടോപ്പ് സെറ്റ് അതൊക്കെയാണ് നമ്മൾ അധികം ഈ ഷോപ്പിൽ കൊടുക്കുന്നത്. ഇത് പിന്നെ ഫംഗ്ഷൻ ആണെങ്കിലും ഇടാൻ പറ്റും. അത്രയും നല്ല ഒരു വർക്കാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിന്റെ തന്നെ ഇതേപോലെ തന്നെ വേറൊരു മോഡലുണ്ട്. ഇതും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് വരുന്നത്. കോട്ടനാണ്. ഇത്
ഇത് വേറൊരു ഒരു cotton ന്റെ പോലെ തന്നെ ഒരു വേറൊരു പോളിസ്റ്റർ print മിക്സിങ് തോന്നുന്നു അല്ലേ? ആ ഒരു പക്ഷെ നല്ല വർക്ക് വരുന്നുണ്ട്. ഇത് അതേ റേറ്റ് 450 രൂപയാണ് ഇതിന്റെ റേറ്റ്. അടുത്തത് അതുപോലെ തന്നെ 450 രൂപ തന്നെയാണ്. എനിക്ക് ഈ തുണി കണ്ടപ്പോൾ അവർ എന്തിനാണ് ഇത്രയും റേറ്റ് കുറച്ച് തന്നെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയേക്കാം. എന്താണല്ലോ ഇത് വർഷം ഫുള്ളായി ഉപയോഗിച്ചാലും ഇതിനൊരു അനക്കവും സംഭവിക്കില്ല തോന്നുന്നു. അത്രയും കതർ പോലെ ഉണ്ടല്ലോ സാധനം. ആ നല്ല കട്ടിയുള്ള നല്ല തുണി, നല്ല കളറൊന്നും പോവാത്ത രീതിയിൽ ശരിക്കും ഈ കതറിന്റെ ഒക്കെ പോലെ. അതിൽ ഈ വർക്ക് ഉണ്ടോ, ഇതൊരു ത്രെഡിന്റെ ഒക്കെ വർക്ക് പോലത്തെ എംബ്രോയിഡിങ് ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു വർക്കാണ്. പോവാനുള്ള ഒരു വർക്കും ഇതിനകത്തില്ല. ഇതിന്റെ താഴെ അതേപോലെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇത് ഫംഗ്ഷന് ഉപയോഗിക്കാം, ഇപ്പോൾ ഡെയിലി യൂസിനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു VIP ലുക്ക് തരുന്ന പോലത്തെ ഒരു തുണി അല്ലേ? സൂപ്പറായിട്ട് നമ്മൾ നെയ്റ്റി കാണിച്ചില്ലേ, അതിൽ ഈ നെയ്റ്റി കാണിക്കാൻ നമ്മൾ അന്ന് വിട്ടുപോയി. ഇതാണ് നെയ്റ്റിയില് ഏറ്റവും നല്ല ഇപ്പൊ വന്നിട്ടുള്ളതില് ഏറ്റവും നല്ല ക്വാളിറ്റി, നല്ല പ്രിന്റും നല്ല വർക്കും വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 430 രൂപയാണ്. ഇതില് ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ എംബ്രോയിഡറി 3D വർക്കാ. ഇതൊരു തുണിയിലാണെങ്കിലും ഇത് കോട്ടൺ ആണോന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ തുണി എന്താണ്. പക്ഷെ ഒരു നല്ല വർക്കാണ്, നല്ല തുണിയാണ്. അത് തന്നെ കൊണ്ട് തന്നെയാണ് ഇതിനായിട്ട് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇത് കളറൊന്നും പോകാത്ത രീതിയിൽ ഒരു ബനിയൻ ക്ലോത്ത് പോലത്തെ ഒരു തുണിയാണിത്. ബനിയൻ ക്ലോത്താ? ആ പിടിച്ചു നോക്കി, നല്ല നൈസ് ഉണ്ടല്ലോ. ഒരു ബനിയന്റെ ഒക്കെ ഇടുന്ന പോലത്തെ ഇതില്ലേ, നല്ല പ്രിന്റാണ്. ഇതാണ് കളറൊന്നും പോകാത്ത നല്ലൊരു പ്രിന്റാണ്. വിഷുവിനെ കിട്ടുകയെന്ന് വെച്ചാൽ എന്താ പറയാ, തിളങ്ങല്ലേ. എന്താ പൊന്ന ചെടി മൊത്തം ഉണ്ടല്ലോ അല്ലേ, ഇലകളും അല്ലേ? നല്ല പ്രിന്റ് ആക്കണ്ട, വെറുതെ എങ്ങനെ വെക്കി. വിഷുവിനൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ കളർഫുൾ ആയിട്ടുള്ള ഒരു നെറ്റ് അല്ലേ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ വിഷു വരാറായി. അപ്പൊ എല്ലാവരും വിഷുവിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അപ്പൊ നെയ്റ്റി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻ, ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വിഷുവാണ് വരുന്നത്. അപ്പൊ എല്ലാവരും സാരിയൊന്നും ഉടുത്തിട്ട് എല്ലാവരും നിൽക്കണമെന്നൊന്നും ഇല്ലല്ലോ ഫുൾ ടൈം. അപ്പൊ നെയ്റ്റിയൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും വേഗം വരിക. നമ്മുടെ ഈ കട എവിടെയാണെന്ന് അറിയാലോ, കൽപ്പാത്തി ശേഖരിപുരം സിറ്റി മാർട്ട് ഇട്ടാപ്പള്ളിന്റെ സമീപത്തുള്ള ഗോകുലം അപ്പാർട്ട്മെന്റ് കമലാലയം കോമ്പൗണ്ടിലാണ് ഉള്ളത്. പൊന്നൂസ് കുടു എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. അപ്പൊ എല്ലാവരും വരിക. ബൈ.